വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമം ഈ ഡിസംബർ 5-ാം തീയതി വരും. അന്ന് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിക്ക്, ഭാരതത്തിന് പ്രതീക്ഷ നൽകുന്ന പദ്ധതിക്ക് തറക്കല്ലിടുകയാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കും എന്നാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ അദാനി സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മുന്നേറ്റമാകും. മാത്രമല്ല, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറും എന്നതിൽ ഒരു സംശയമില്ല. ഈ നേട്ടം കേരളത്തിലെ എല്ലാവരുടെയും യോജിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1991 അധികാരത്തിൽ വന്ന ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലത്താണ് ഈ പദ്ധതിക്ക് രൂപം കൊണ്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കരുണാകരനും തുറമുഖ വകുപ്പിന്റെ ചാർജ് വഹിച്ചിരുന്ന മന്ത്രി ശ്രീ എം വി രാഘവനും അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തു. പക്ഷേ UDF ഗവൺമെന്റിന് ശേഷം കുറേ വർഷത്തേക്ക് അതിന് തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. 2001 ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് വീണ്ടും വന്നപ്പോഴാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. വളരെ മുന്നോട്ട് പോയി. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചു. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ആ പദ്ധതിക്ക് അന്ന് അവസാന രൂപം കൊടുക്കാൻ സാധിച്ചില്ല. വീണ്ടും നീണ്ടുപോയ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നീണ്ടുപോയ ഈ പദ്ധതിക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോൾ വളരെയേറെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ സാധിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഈ സ്കീമിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം